ഓക്കെ, എഴുതിക്കോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനകത്ത് നമുക്ക് എന്തൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിനൊക്കെ അടിസ്ഥാനത്തിൽ ചേഞ്ച് ആവും എന്നുള്ളതാണ് പറയുന്നത്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, വലിയ പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തില്ല. നേച്ചർ ഓഫ് മീഡിയം, അതേപോലെ തന്നെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, അടുത്തത് ടെമ്പറേച്ചർ. ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. ടെമ്പറേച്ചർ ഒരു പ്രാവശ്യം 1 മാർക്കിന് ചോദിച്ചായിരുന്നു, അതുകൊണ്ട് മാത്രം നോട്ട് തരുമോ, അല്ലെങ്കിൽ തരത്തില്ല. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അത് ഈ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ന്യൂമറിക്കലിനകത്തൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചാലേ നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നിടത്ത് ഇത് ഉപയോഗിക്കാറുണ്ട്. എഴുതിക്കോ, പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലൈറ്റ് ഇപ്പോൾ ഒരു പാത്ത് പോവുകയാണെങ്കിൽ അതിനെ എന്തെങ്കിലും സാഹചര്യത്തിൽ റിവേഴ്സ് ചെയ്യിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സെയിം പാത്ത് തന്നെ അത് റിവേഴ്സ് ഡയറക്ഷനിൽ ഫോളോ ചെയ്യുമെന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് a beam of light is refracted back on itself. In other words, light will follow exactly the same path if its direction of travel is reversed. അപ്പോൾ എഴുതേണ്ടത് ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എ ബീം ഓഫ് ലൈറ്റ് ഈസ് റിഫ്രാക്റ്റഡ് ബാക്ക് ഓൺ ഇറ്റ് സെൽഫ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഒരു ഡയറക്ഷനിൽ പോവാണ്. ആ ഡയറക്ഷനിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യം, ഒരു സോഴ്സ് കൊടുത്തിട്ട് അതിനെ നമ്മൾ തിരിച്ചാൽ, അതിൻ്റെ ഡയറക്ഷൻ തിരിച്ചു കഴിഞ്ഞാൽ ആ പാത്ത് തന്നെ അത് ഫോളോ ചെയ്യും എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി പറയുന്നത്. അതിന് നമുക്ക് ചെറിയൊരു ഡെറിവേഷൻ പോലെയുണ്ട്. നിങ്ങൾ അത് വരച്ച് തന്നെ എടുക്കണം. നോക്കിയോ, നമ്മളൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് വരയ്ക്കുന്നു. നമ്മുടെ ഒരു ഇൻസിഡൻറ്റ് റേ നമ്മളങ്ങനെ വരയ്ക്കുന്നു. അതിൻ്റെ നോർമലും നമ്മൾ എന്ത് ചെയ്യുന്നു? നോർമലും നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, നോർമലും വരച്ചു. അപ്പം ഇത് റെയറർ ടു ഡെൻസറിന് എക്സാമ്പിൾ എടുക്കാം. റെയറർ ടു ഡെൻസർ മീഡിയമാണ്. റെയർ ടു ഡെൻസറാണ്. അപ്പോൾ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമലാണ്. അപ്പം ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരയ്ക്കുന്നു. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരയ്ക്കുന്നു. ഓക്കെ, ഈ ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ് പോവുക. ഓക്കെ, ഈ ലൈറ്റിൻ്റെ പാത്തിനെ റിവേഴ്സ് ചെയ്യിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? ഇവിടെ ഒരു മിറർ വേണമെങ്കിൽ സങ്കല്പിക്കാം. അത് ഈ റിഫ്രാക്റ്റഡ് റേ കൃത്യം പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് ഈ മിററിൽ വന്ന് വീഴുന്ന രീതിയിൽ വേണം ഞാൻ മിററിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് ട്രാവൽസ് നോർമൽ ടു എ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇറ്റ് വിൽ റീട്രേസസ് ഇറ്റ് പാത്ത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വന്ന വഴി തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്താ, ആ വന്ന അതേ പാത്തിൽ കൂടെ തന്നെയായിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പം ഇത് മീഡിയം 1, ഇത് മീഡിയം 2 ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്നെൽസ് ലോ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുത്തെ സ്നെൽസ് ലോ എന്ന് പറയുമ്പം അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? സൈൻ i ഡിവൈഡഡ് ബൈ എന്താ? സൈൻ r എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഇത് തിരിച്ചു പോകുമ്പോഴോ, ഇത് തിരിച്ചു പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്?
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഏതിലായിരിക്കും ബെൻഡിങ് നടക്കുക? ഒന്നാമത്തെ മീഡിയത്തിലായിരിക്കും ബെൻഡിങ് നടക്കുക. ഇവിടെ ശ്രദ്ധിച്ചോണം, ലൈറ്റ് ഈ മീഡിയത്തിൽ നിന്നും ഈ മീഡിയത്തിലോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ മീഡിയത്തിലാണ് ബെൻഡിങ് നടക്കുക. അപ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എഴുതുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് 1 ഈസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ. ഇനി ലൈറ്റ് തിരിച്ച് അതായത് ഇവിടെ മിറർ വെച്ചപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് പാത്ത് റിവേഴ്സ് ചെയ്തപ്പോൾ ഇപ്പോൾ ലൈറ്റ് മീഡിയം 2-ൽ നിന്ന് മീഡിയം 1-ലേക്കാണ് പോകുന്നത്. അപ്പോൾ മീഡിയം 1-ലായിരിക്കും ബെൻഡിങ് നടക്കുക. അപ്പോൾ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു 2. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, ഇവിടെ നിന്ന് ലൈറ്റ് ഇങ്ങോട്ടേക്ക് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതായിരിക്കും അതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പം ആദ്യത്തെ കേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് രണ്ടാമത്തെ കേസിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും, ആദ്യത്തെ കേസിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ രണ്ടാമത്തെ കേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസുമായി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? സൈൻ ഐ ബൈ സൈൻ ആർ ആണ്. ഇവിടുത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പം ആറാണ്, ഇൻസിഡൻറ്റ് ആംഗിൾ ആറാണ്. അപ്പോൾ സൈൻ ആർ ബൈ സൈൻ ഐ എന്ന് നമുക്ക് എഴുതാം. അപ്പം ഇങ്ങനെ എഴുതാം, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ഫസ്റ്റ് കേസ് ബിക്കംസ് എന്താണ്? ബിക്കംസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ എന്താണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ സെക്കൻഡ് കേസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ ആർ ബൈ സൈൻ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ n21 ഇൻറ്റു n12 ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ ഐ ബൈ സൈൻ ആർ ഇൻറ്റു സൈൻ ആർ ഡിവൈഡഡ് ബൈ സൈൻ ഐ എന്ന് എഴുതാം. സൈൻ ആർ കട്ട്, സൈൻ ഐ കട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് വരും? n21 ഇൻറ്റു n12 ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ n21 ഈസ് ഈക്വൽ ടു 1 ബൈ n12 എന്ന് എടുക്കേണ്ടി വരും. നോക്കിയോ, ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. അതായത് ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റേ മീഡിയത്തിൻ്റെ റെസിപ്രോക്കൽ, അല്ലെങ്കിൽ ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കിയോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ഏതെങ്കിലും ഒരു ലിക്വിഡ് ഈസ് ഈക്വൽ ടു, നമുക്കിപ്പോൾ ഒരു 1.5 കിട്ടിയെന്ന് വിചാരിച്ചോ. തിരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ് വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 1/1.5 എടുത്താൽ മതി എന്നർത്ഥം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏബൽ, അഭിരാം, അനന്യ, അനുഗ്രഹ, ക്രിസ്റ്റ, നിമിഷ, പാർത്ഥിപ, ഷാരോണ്, ദേവനന്ദ, നന്ദിത, പാർത്ഥിപ്പൊക്കെ ഓക്കെ ആണോ? പറഞ്ഞേ. ഡൗട്ട് ഉണ്ടെ പറയണേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാ. അഭിരാം ഓക്കെ ആണോ? അഭിരാം ഏബൽ? Yes, sir. എല്ലാവരും എഴുതിയെന്ന് കരുതുന്നു. ഇനിയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് സ്ലാബ്. ഇതും ഒരു ഡെറിവേഷൻ ഉണ്ട്. വലിയ ഡെറിവേഷൻ ആക്കി പഠിക്കണ്ട, ചെറിയൊരു ഡെറിവേഷൻ ആക്കി തരാം, അതങ്ങ് എഴുതിയാൽ മതി. എഴുതിക്കോ, ഹെഡിങ് എഴുതിക്കോ, റിഫ്രാക്ഷൻ ത്രൂ എ റെക്റ്റാങ്കുലർ ഗ്ലാസ് സ്ലാബ്. റെക്റ്റാങ്കുലർ ഗ്ലാസ് സ്ലാബ്. അതിന് പടം വരയ്ക്കുക, സ്കെയിലൊക്കെ വെച്ച് തന്നെ വരയ്ക്കണം കേട്ടോ. അതായത് റെക്റ്റാങ്കിൾ സ്കെയിൽ വെച്ച് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്കെയിൽ വെച്ച് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ABCD എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ പോർഷൻ കൺസിഡർ ചെയ്യുന്നത്. ABCD വേണ്ട, PQRS ഒന്നും എടുക്കാം. ABCD ഇവിടെ നമ്മൾ വേറൊരു ഇതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ലൈറ്റർ എന്ത് ചെയ്യുക? ഞാൻ ലൈറ്റർ ഒബ്ലീക്കായിട്ട് വന്ന് വീണു. ഓക്കെ ആണല്ലോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ, ലൈറ്റർ ഒബ്ലീക്കായിട്ട് വന്ന് വീണു. ആ വന്ന് വീഴുന്ന റേനെ ഞാൻ AB എന്ന് വിളിച്ചു. അപ്പോൾ നമുക്കറിയാം നോർമൽ എന്തായാലും വരച്ചിരിക്കണം. അപ്പോൾ നോർമൽ വരച്ചു, നമ്മൾ നേരെ വരച്ചു. അത് വേണ്ടി ഇവിടെ കൊണ്ട് മുട്ടിച്ചു, ഇപ്പുറത്ത് കൊണ്ട് മുട്ടിച്ചു. നോർമൽ ആയതുകൊണ്ട് അതിനെ പറഞ്ഞു. So the mirror equation, right? You only did for concave mirrors, right? Mirror equation is concave. You only did the derivation for mirror equation for like only concave mirrors, right?
അത് ഞാൻ പറഞ്ഞില്ലേ, അത് കോൺകേവ് ലെൻസിനാണെങ്കിലും കോൺവെക്സ് ലെൻസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന മിറർ ഇക്വേഷൻ എന്താ? No, no, sir. I'm talking about mirrors, concave mirror. അതാ ഞാൻ പറഞ്ഞത്. കോൺകേവ് മിറർ, സോറി ഞാൻ ലെൻസ് എന്നാ പറഞ്ഞല്ലേ. ഓക്കെ, കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന മിറർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/f = 1/v + 1/u. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത് കോൺകേവ് മിറർ വെച്ചാന്നേ ഉള്ളൂ, മനസ്സിലായോ? കോൺവെക്സ് മിറർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറില്ല. കോൺവെക്സ് പലപ്പോഴും അങ്ങനെ ചോദിച്ച് കോൺവെക്സ് Uh, കംപ്ലീറ്റ് ഡിറൈവ് ചെയ്യാൻ yes. ചോദിക്കാറില്ല. അതല്ലേ ഉദ്ദേശിച്ചത്? Back in my school, they also taught convex uh, mirrors, and ഓക്കെ. they also taught convex mirrors. Also, they also taught concave mirrors, like virtual and real images. Uh, Mirror formula for them also. ലെൻസ് ഫോർമുല അല്ല, മിറർ ഫോർമുല. നമ്മളതല്ലേ പറഞ്ഞു. ഇപ്പോൾ നമ്മളിനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പം സ്പെരിക്കൽ സർഫസ് പഠിക്കും. ഈ സ്പെരിക്കൽ സർഫസിനകത്ത് നമുക്ക് 5 ഡെറിവേഷൻ ചെയ്യാം. അതായത് സ്പെരിക്കൽ സർഫസ് ഇൻവേർട്ടഡ്, അതായത് ഇൻവേർട്ടഡ് ഇമേജ്, റിയൽ ഇമേജ്, അങ്ങനെ കുറേ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് അതിനെല്ലാത്തിനും ചെയ്യാം. അതായത് ഇപ്പം എന്താണ്, ലെൻസ് ഫോർമുലയ്ക്കകത്ത് ചെയ്യാം, എന്താണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയ്ക്കകത്ത് ചെയ്യാം, അതേപോലെ തന്നെ സ്പെരിക്കൽ സർഫസിൻ്റെ ഇതിനകത്ത് നമുക്ക് ചെയ്യാം. കുറേ കേസസ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഡെറിവേഷനായിട്ട് പരീക്ഷയ്ക്ക് അങ്ങനെ ഇന്നത് മാത്രം എടുത്ത് അല്ലെങ്കിൽ റൈറ്റ് ദ അല്ലെങ്കിൽ ഡിറൈവ് ദ മിറർ ഫോർമുല യൂസിങ് ദിസ് സ്പെസിഫിക് മിറർ എന്ന് പറഞ്ഞ് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ഓക്കെ, Yes, sir. അപ്പം അവിടെ ഈ മിറർ ഫോർമുല ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. അതിനെക്കാട്ടിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അങ്ങോട്ടേക്കുണ്ട്, മനസ്സിലായോ? Yes, sir. അപ്പം അത് ഒന്ന് നോക്കി വെച്ചാൽ മതി. അതായത് ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പോലും അത്ര ഇല്ല. ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം കോൺകേവ് മിററിൻ്റെ കേസും കോൺവെക്സ് മിററിൻ്റെ കേസും ഇൻവേർട്ടഡിൻ്റെയും റിയലിൻ്റെയും ഒക്കെ അവിടെ നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കണം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും മിറർ ഫോർമുലയ്ക്ക് ചേഞ്ച് ഇല്ല. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും സ്പെരിക്കൽ സർഫസിൻ്റെ ഫോർമുലയ്ക്ക് ചേഞ്ച് ഇല്ല. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്താണ് ലെൻസ് ഫോർമുലയ്ക്കും ചേഞ്ച് ഉണ്ടാവില്ല. അതായത് അവിടെ ഉണ്ടാകുന്ന ഇമേജ് ഇൻവേർട്ടഡ് ആവാം, റിയൽ ആവാം, ഇറക്റ്റ് ആവാം, ഒക്കെ ആയിക്കോട്ടെ, സൈസ് കുറവാകും കൂടുതലാവാം, എന്ത് വേണേ ആവാം. അതിൻ്റെ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ റേ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിറർ ഫോർമുല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ ബെല്ലിനെ? Yes, sir. അതായത് നമ്മൾ മിറർ ഫോർമുല ഇൻഫിനിറ്റി ഒഴിച്ചിട്ട്, ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഏത് റേ ഡയഗ്രാം വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മിറർ ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ഞാൻ ഒബ്ജക്റ്റ് ബിയോണ്ട് സി വെച്ചിട്ടുള്ള കോൺകേവ് മിററിൻ്റെത് വെച്ചിട്ടാണ് ഞാൻ ഡിറൈവ് ചെയ്തതെന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് എന്താണ് ഡിറൈവ് ദ എന്താണ് ഫോർമുല യൂസിങ് ദിസ് സ്പെസിഫിക് കണ്ടീഷൻ എന്നൊന്നും പറഞ്ഞ് ഒരിക്കലും ചോദിക്കത്തില്ല ഡെറിവേഷൻ. അത് പേടിക്കണ്ട. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി, ഒരിക്കലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല ഡിറൈവ് ചെയ്യാൻ. പക്ഷേ ആപ്ലിക്കേഷനകത്ത് Yes, sir. ചോദിക്കും. This came for the test paper, like, derive that specific for that specific lens. Sorry, mirror. ഓക്കെ. അത് ഈ That's the reason I asked. ടീച്ചർമാർ അങ്ങനെ ഇടുന്നതായിരിക്കും, കുഴപ്പമില്ല. നമുക്ക് ചെയ്യാമല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതായത് ഇപ്പം നമ്മളിനിയിപ്പോൾ സ്പെരിക്കൽ സർഫസ് പഠിക്കാൻ പോവാം, അതിന് അഞ്ച് രീതിയിൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിൻ്റെ 2 പഠിപ്പിക്കത്തുള്ളൂ, കോൺകേവ് സർഫസും കോൺവെക്സും. എങ്ങനെ വേണം ഡിറൈവ് ചെയ്യാം, മനസ്സിലായി? അപ്പം കണ്ടന്റ് ഒത്തിരി കൂടും. ഇത് ഇപ്പോൾ ഓൾറെഡി ഈ ചാപ്റ്റർ ഇച്ചിരി വലിയ ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരിക്കലും ഒരു ഡെറിവേഷൻ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കത്തില്ല ബോർഡ് എക്സാമിന്. സ്കൂളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചാപ്റ്ററേ ഉള്ളൂ പരീക്ഷയ്ക്കെങ്കിൽ അതിനകത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്നതായിരിക്കാം. എനിവേ എനിക്കറിയത്തില്ല, പക്ഷെ അത്രയും സ്പെസിഫിക് ആയിട്ടൊന്നും അങ്ങനെ ചോദിക്കാറില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. നമ്മൾ എന്താണ് റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ റിഫ്രാക്ഷൻ ത്രൂ എ റെക്റ്റാങ്കുലർ ഗ്ലാസ് ലാബാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇൻസിഡൻറ്റ് റേ ദേണ്ട ഇവിടെ വന്ന് വീണു. ഇൻസിഡൻറ്റ് റേ ഇവിടെ വന്ന് വീഴുമ്പോൾ അത് ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലായിരിക്കും വന്ന് വീഴുന്നത്. അതിനെ ആംഗിൾ ഐ എന്ന് വിളിച്ചു. അപ്പം ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമലാണ്. ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമലായിട്ട് ഇതിൻ്റെ ഇവിടെ വന്ന് വീണു. ഓക്കെ, അപ്പം അവിടെയും നോർമൽ വരയ്ക്കണമല്ലോ. അവിടെയും നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു നോർമൽ വരച്ചു, അവിടെയും നോർമൽ വരച്ചു. ഓക്കെ, ഇനിയും നോക്കിയോ, ഇനിയും നമുക്കറിയാം എന്തായാലും ഇതൊരു റെയറർ മീഡിയമാണ്, ഇതൊരു ഡെൻസർ മീഡിയമാണ്, ഇത് വീണ്ടും ഒരു റെയറർ മീഡിയമാണ്.
അപ്പോൾ റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുമ്പോൾ ബെൻഡ് ടുവേർഡ്സ് നോർമലാണ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നപ്പോൾ ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വന്നു. ഓക്കെ, ഇനിയും ഇത് ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് ഇറങ്ങി പോകുമ്പോൾ ഒബ്വിയസ്ലി എന്താണ്, ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് റേ എങ്ങനെ ഇറങ്ങിപ്പോവും? ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ. പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വേണ്ട, ഈ ഇൻസിഡൻറ്റ് റേനെ നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ ഇൻസിഡൻറ്റ് റേനെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഈ ഇൻസിഡൻറ്റ് റേയും നിങ്ങൾ ഇവിടെ വരച്ച ഈ എമർജൻറ്റ് റേയും പാരലായിട്ട് വരയ്ക്കണം. അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ തന്നെ അവർ തെറ്റിടും. ഓക്കെ, കാരണം ഇത് പാരലായിട്ടാണ് പോകുന്നത്. ഇതിങ്ങനെ പാരലായിട്ടായിരിക്കും പോകുക. അതുകൊണ്ടാണ് ഞാൻ സ്കെയിലിട്ട് കൃത്യമായിട്ട് വരയ്ക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇത് എക്സ്റ്റെൻഡഡ് ഇൻസിഡൻറ്റ് റേ ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെയും ഡോട്ടഡ് ഇട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ഡെറിവേഷൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിൻ്റെ ഈ ഗ്യാപ്പ് കണ്ടോ? അതായത് ഈ എമർജൻറ്റ് റേയുടെയും ഈ ഇൻസിഡൻറ്റ് റേയുടെയും ഇടയിലുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ലാറ്ററൽ ഷിഫ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഡെറിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വെക്കുക, വലിയ കൺഫ്യൂഷൻ ആക്കേണ്ട. എനിക്കൊന്ന് മർത്തോമ സ്കൂളിൽ തന്നിരിക്കുന്ന ഡെറിവേഷൻ ഒത്തിരി വലിയതാണ്. അതൊക്കെ ഒരു 3 വർഷമായിട്ട് അത് തന്നെ അവർ കൊടുക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള സ്കൂളിൽ സിറ്റാഡലിലൊക്കെ വളരെ ചെറിയ ഡെറിവേഷനാണ്. അപ്പം എനിക്കൊന്ന് ആ സിറ്റാഡലിലൊക്കെ തന്ന ഡെറിവേഷൻ പോലെ ഒരു ഡെറിവേഷനാണ് ഞാൻ തരുന്നത്. വളരെ ചെറുതാണ്. അപ്പം നമുക്ക് വേണ്ട ഇങ്ങനെ എടുക്കാം. നോക്കിക്കോളൂ, ഞാൻ ഇതിൻ്റെ നെയിം കൊടുക്കുകയാണ്. എ ബി ഇൻസിഡൻറ്റ് റേ. എ ബി എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ ആണ്. ബി സി എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ. ബി സി എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ ആണ്. അതേപോലെ എ ബി സി ഡി, ഇത് ക്യാപിറ്റൽ ഡി ആണ്. സി ഡി എന്ന് പറയുന്നത് എമർജൻറ്റ് റേ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത് വെളിയിലോട്ട് ഇറങ്ങി പോകുന്ന റേയ്ക്കും നോർമലിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന ഈ ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് പറയും. ഇനിയും എപ്പോഴും ആലോചിച്ചോണം, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈ ആംഗിൾ ഓഫ് എമർജൻസും ഈക്വൽ ആയതുകൊണ്ടാണ് ഈ രണ്ട് ലൈൻ, ഇൻസിഡൻറ്റ് റേയും അതേപോലെ എമർജൻറ്റ് റേയും പാരലായിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. ഒരു മാർക്കിന് പണ്ടെപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇനിയും ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. ഞാൻ പക്ഷേ ഇവിടെ വരയ്ക്കുന്നില്ല. എനിക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ട് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ വേണ്ട ഇവിടോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇതിനെ എന്നിട്ട് സ്മോൾ ലെറ്റർ ഡി എന്ന് കൊടുക്കുന്നു. ഇനിയും ഇതിൻ്റെ തിക്നെസ്സിനെ, അതായത് ഇതിൻ്റെ തിക്നെസ്സിനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വിഡ്ത്തിനെ ഞാൻ ടി എന്ന് കൊടുക്കുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇവിടെ ഞാൻ ഒ എന്ന് പറയുന്ന ഒരു ഇത് അങ്ങ് മാർക്ക് ചെയ്യും. ഓക്കെ, ഇനിയും ഞാൻ ഡെറൈവ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കി, ഇതൊരു പെർപെൻഡിക്കുലർ ഫോം ചെയ്തു, ഇവിടെയും ഒരു പെർപെൻഡിക്കുലർ ഫോം ചെയ്തു. നമുക്ക് ഇൻ ട്രയാങ്കിൾ ഇവിടെ തൊട്ടങ്ങ് എഴുതിയാൽ മതി ഡെറിവേഷൻ. ബി ഒ സി ഞാൻ എടുക്കുന്നത് എന്താണെന്നറിയാമോ? കോസ് ആർ എടുക്കാൻ പോവുക. കോസ് ആർ, അവിടുത്തെ കോസ് ആർ. ഈ ട്രയാങ്കിളിനകത്ത് കോസ് ആർ എടുക്കുമ്പോൾ നമുക്കറിയാം കോസ് ആർ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താ? ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ബി ഒ ആണ്. ബി ഒ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 90യുടെ ഓപ്പോസിറ്റ് സൈഡാണ്. അതിനെ നമുക്ക് ബി സി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കോസ് ആർ ഈസ് ഈക്വൽ ടു ബി ഒ എന്ന് പറയുന്ന തിക്നെസ് ടി ആണ്, ഡിവൈഡഡ് ബൈ ബി സി എന്ന് എടുക്കാം. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത ട്രയാങ്കിൾ എടുക്കാൻ പോകുന്നത് ഈ ട്രയാങ്കിളാണ്. നോക്കിക്കണം, ഈ ട്രയാങ്കിളുടെ ഈ ആംഗിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ആംഗിൾ എന്തായിരിക്കും എന്നറിയാമോ? ഈ ആംഗിളിനെ I - R എന്നായിരിക്കും വരുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാമോ? നോക്കിയോ, ഇത് I അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ ഒരു എക്സ് ഫോം ചെയ്തിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണിത്. ഇതും I ആയിരിക്കും. അതിൽ ഇത്രയും ഭാഗം R പോയിട്ട് ബാക്കി ഇവിടെ I - R ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. ഓർക്കുക, അതായത് നമുക്കറിയാം, നമ്മൾ ഒരു എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിൾ. അതിനെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് വിളിക്കും. ഇവിടെയും ഈ കേസിൽ ഇതും എക്സ് ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് I ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതും മൊത്തം I ആയിരിക്കും. അതിൽ ഇത്രയും ഭാഗം ആറിന് പോയി കഴിഞ്ഞാൽ ബാക്കി ഇത് I - R ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. അതും എന്ത് ചെയ്യുക? ആ പടത്തിനകത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇൻ ട്രയാങ്കിൾ ബി ഇതിനെ എം എന്ന് കൊടുക്കുക. ഈ പടത്തിനകത്ത് ഇതിനെ എം എന്ന് കൊടുക്കുക. BMC എടുക്കുക. BMCക്കകത്ത് ഞാൻ സൈൻ I - R ആണ് എടുക്കാൻ പോകുന്നത്. സൈൻ I - R. സൈൻ നമുക്കറിയാം, സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് CM ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ BC തന്നെയാണ്. CM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, D ആണ്. D ബൈ BC ആണ്. ഓക്കെ, അപ്പം നമുക്ക് സൈൻ I - R ഈസ് ഈക്വൽ ടു D ബൈ BC. ഇത് ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LHS കോസ് ആർ ഡിവൈഡഡ് ബൈ സൈൻ I - R വിച്ച് വിൽ ബി ഈക്വൽ ടു T ബൈ BC ഡിവൈഡഡ് ബൈ
ഡി ബൈ ബി സി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോസ് ആർ ഡിവൈഡഡ് ബൈ സൈൻ ഐ മൈനസ് ആർ ഈസ് ഈക്വൽ ടു ഇവിടെ ടി ബൈ ബി സി ഇൻറ്റു ബി സി ബൈ ഡി എന്നെടുക്കാം. ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഡി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇവനെ ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ മതി. ഡി ഈസ് ഈക്വൽ ടു സൈൻ ഐ മൈനസ് ആർ ഡിവൈഡഡ് ബൈ കോസ് ആർ ഇൻറ്റു എന്താ ടി. ദിസ് ഈസ് ദ ഫൈനൽ റിക്വയർഡ് ഇക്വേഷൻ. ഇത് ഡെറിവേഷൻ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, പകരം ഇതിൻ്റെ ന്യൂമറിക്കലൊക്കെ ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ഇതിൻ്റെ ന്യൂമറിക്കൽ, അതായത് പല ക്വസ്റ്റ്യനും സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ഡി കണ്ടുപിടിക്കാനുള്ള കേസൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പഠിക്കണം. ആ ഡെറിവേഷനായിട്ട് തന്നെ അങ്ങ് പഠിച്ചോ, ചെറുതായിട്ട് പഠിച്ചാൽ മതി. ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാം. ഈ ചാപ്റ്റർ നമുക്ക് ഒരു 100 ഡെറിവേഷൻ വേണമെങ്കിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നേരത്തെ ഇപ്പം ഏബിൽ പറഞ്ഞ പോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഇപ്പം 6 റേ ഡയഗ്രാം നമുക്ക് പഠിക്കാനുണ്ട് കോൺകേവിനകത്ത്, 2 റേ ഡയഗ്രാം ജനറലി കോൺവെക്സിനകത്തും പഠിക്കാനുണ്ട്. അപ്പം 8 ഡെറിവേഷൻ മിറർ ഫോർമുലയ്ക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കേസ് ഇത് തന്നെ ലെൻസ് ഫോർമുല. ലെൻസ് എന്താണ്, ലെൻസിൻ്റെ കേസിലും 6 റേ ഡയഗ്രാമും 6 കോൺവെക്സ് ലെൻസിന് 6ഉം കോൺകേവിൻ്റെ 2ഉമാണ് ജനറലി പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയും 8 ലെൻസ് ഫോർമുല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റിഫ്രാക്റ്റിംഗ് സർഫസ് 2 എണ്ണമാണ് പഠിക്കാനുള്ളത്, കോൺവെക്സും കോൺകേവും. അവിടെ ഞാനിപ്പോൾ 2 എണ്ണം പഠിപ്പിക്കും. 2 എണ്ണം അല്ലാതെ അവിടുത്തെ ഇമേജ് ഉണ്ടാകുന്ന രീതിയിൽ ഒത്തിരി, അതായത് ഒരു കുറഞ്ഞതൊരു 7-8 ഡെറിവേഷൻ നമുക്ക് അവിടെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ നമുക്ക് നമുക്ക് ചെയ്തെടുക്കേണ്ട ക്വസ്റ്റ്യൻസ് സ്പെസിഫിക് ആയിട്ട് ഡെറിവേഷൻ അങ്ങനെ ചോദിക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ പഠിക്കാനാണെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് പഠിച്ച് തീരത്തില്ല, അത്രയ്ക്ക് കണ്ടന്റ് ഉണ്ട്. അപ്പം അത് ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പം ഇനിയും ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ, പെട്ടെന്ന് ആയിക്കോട്ടെ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അനീറ്റയൊക്കെ ഓക്കെ ആണോ? അനീറ്റ? ഇനി ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് എമർജന്റ് റേ. ഈ എക്സ്റ്റെൻഡഡ് ഇൻസിഡന്റ് റേ ആണ് കേട്ടോ. എമർജന്റ് റേ ഈസ് കോൾഡ് lateral displacement. എന്നിട്ട് അടുത്ത ഡോട്ട് എഴുതുക. ദ ഇൻസിഡന്റ് റേ ആൻഡ് എമർജന്റ് റേ ആർ പാരലൽ. എമർജന്റ് റേ ആർ പാരലൽ. ബിക്കോസ് എന്തുകൊണ്ടാണ്? ബിക്കോസ് ആംഗിൾ I is equal to angle E. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് തിക്നെസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നും കൂടെ എഴുതിക്കോ കേട്ടോ. അതും കൂടെ എഴുതിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ആവും. ഇതിൻ്റെ ഗ്ലാസ് സ്ലാബിൻ്റെ തിക്നെസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റിന് ചേഞ്ച് ഉണ്ടാവും. അതേപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം വൈറ്റ് ലൈറ്റിനകത്ത് 7 കളറുണ്ട്, ഓരോ കളറിനും ഓരോ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് വ്യത്യാസം ഉണ്ടെങ്കിലും ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ആവും. അങ്ങനെ ആ 4 ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ എഴുതാം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിയാൽ എന്താണ്, ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി കൂടും. ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, ഇങ്ങനെ എഴുതിയാൽ മതി, വലിയ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനിയും അടുത്തത് എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂ കൂടിയാൽ എന്താണ്, ഈ ഡി കൂടും. അതേപോലെ തന്നെ
തിക്നെസ് കൂടിയാൽ, അതായത് ടി കൂടിയാൽ എന്താണ്, ഡി കൂടും. അതേപോലെ തന്നെ എന്താണ്, കളർ, അതായത് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ കളർ, ഇറ്റ് ഓൾസോ ഡിപ്പെൻസ് ഓൺ കളേഴ്സ് ഓഫ് ലൈറ്റ് എന്നുള്ള കാര്യം കൊണ്ട് എഴുതിയിട്ടേക്ക്. ഇതും എപ്പോഴും ഒരു മാർക്കിന് എങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട് 2016 ആ ഒരു സമയത്തൊക്കെ. അതുകൊണ്ട് അങ്ങ് തന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഭാഗത്ത് തന്നെ റിയൽ ഡെപ്ത്, അപ്പാരൻറ്റ് ഡെപ്ത് ഒരു ഡെറിവേഷൻ പഠിക്കാനുണ്ട്. അവിടെ തന്നെ 3 കേസ് ഉണ്ട്. ഒരെണ്ണം പഠിച്ചാൽ മതി, ആപ്ലിക്കേഷൻ ലെവലിൽ മാത്രമേ അത് ചോദിക്കുകയുള്ളൂ. പിന്നെ അടുത്തത് എന്താണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അതും ഒരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. അത് നല്ലതായിട്ട് പഠിക്കണം. ആപ്ലിക്കേഷൻ, ന്യൂമറിക്കൽ, കൺസെപ്റ്റ് എല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കണം. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെഷൻ ഓഫ് റിഫ്രാക്ഷൻ തീർന്നു. പിന്നീട് നമ്മൾ ഡെറിവേഷനിലോട്ട്, പ്യുവർ ഡെറിവേഷനിലോട്ട് കയറാൻ പോവുക, വലിയ ലെങ്തി ഡെറിവേഷനിലോട്ട് കയറാൻ പോവുക. അപ്പോൾ നമുക്ക് ഇത്രയും തൽക്കാലം നിങ്ങളൊന്ന് പഠിച്ച് റെഡിയാക്കി വെച്ചോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ, ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് എഴുതാനുണ്ടെങ്കിൽ പറയാം. ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് ഇങ്ങനെ നിർത്താം. Thank you, sir. Thank you, sir. So could you scroll up? Yeah, okay. Nice.